ഇപ്പോൾ നമ്മൾ ഈ ഒരു അനുസ്മരണം നടത്തുന്നതിൻ്റെ ഒരു പശ്ചാത്തലം പരിശോധിച്ചാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വയനാട്ടിലൊക്കെ സംഭവിച്ച വലിയ ദുരന്തം നമ്മുടെ മുമ്പിലുണ്ട്. ആ ദുരന്തത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതിലൊന്ന്, സാധാരണ മരിച്ചു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പാകത്തിൽ ബാക്കിയുണ്ടാവുന്ന മൃതദേഹങ്ങളാണ്. എന്നാൽ വയനാട്ടിലെ പ്രകൃതി ദുരന്ത പശ്ചാത്തലത്തിൽ ആ വിധം തിരിച്ചറിയാൻ പാകത്തിലുള്ള മൃതദേഹങ്ങൾ പോലും ഇല്ലാതായിപ്പോയി. മറ്റവർ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ശരീരം തിരിച്ചറിയാൻ, മൃതദേഹം തിരിച്ചറിയാൻ അവരുടെ കൈപ്പത്തി നോക്കി, അഴുകി ധരിച്ച കാല് നോക്കി ഒരടയാളം കണ്ടുപിടിക്കാനാവാതെ, രേഖപ്പെടുത്താൻ പറ്റാതെ ഈ ശരീരഭാഗങ്ങളെല്ലാം കൂടി, അത് പലരുടേതുമാവാം, ഒരു കുഴിയിൽ അടക്കം ചെയ്യുന്നു. അതിനെങ്കിലും ഒരു തിരിച്ചറിവുണ്ടാവണമല്ലോ എന്ന് വിചാരിച്ച് C12, C13 എന്നൊക്കെ അടയാളപ്പെടുത്തുന്നു. ചൂരൽമല 12, ചൂരൽമല 13 എന്നൊക്കെ അടയാളപ്പെടുത്തുന്നു ഒരു പശ്ചാത്തലത്തിലൂടെയാണ്. ഇത് വളരെ അകലെയല്ല. ഇത് നമ്മുടെ തൊട്ടടുത്തുള്ള വയനാട് ജില്ലയിൽ മുണ്ടക്കയം, മുണ്ടക്കയം ഇനിയില്ല. നമ്മുടെയൊക്കെ എത്രയോ പരിചയക്കാർ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ ഇനിയില്ല. സാധാരണഗതിയിൽ മരണത്തോടെ ജീവിതം അവസാനിക്കുമെന്ന് നമുക്കറിയാം. പക്ഷെ അത് പുതിയ രീതിയിൽ വീണ്ടും ആരംഭിക്കും. വിശ്വാസികൾക്ക് വിശ്വാസത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ, വിശ്വാസികളല്ലാത്തവർക്ക് മതനിരപേക്ഷതയുടെ മറ്റൊരു പശ്ചാത്തലത്തിൽ നമ്മൾ സീതാറാം യെച്ചൂരിയെ അനുസ്മരിക്കുമ്പോൾ വളരെ വളരെ പ്രസക്തമായ ഒട്ടേറെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പര്യായമായി തീർന്ന ഒരു പ്രകാശഗോപുരം എന്ന് അദ്ദേഹത്തെ നമുക്ക് വിളിക്കാം. അദ്ദേഹം ഒരു വ്യക്തി എന്ന അർത്ഥത്തിലല്ല, ഒരു മഹാപ്രവാഹത്തിൻ്റെ ഭാഗമാവുകയും അതിൻ്റെ നേതൃത്വമാവുകയും പ്രതിസന്ധികളിൽ പിന്മടക്കമില്ലാതെ അതിന് കരുത്ത് പകരുകയും ആ കരുത്ത് പിൽക്കാല തലമുറയുടെ കുതറൽ ശേഷി വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്ത സമാനതകളില്ലാത്തൊരു മഹാജീവിതമാണ്. പക്ഷേ നമുക്കറിയാം, സാധാരണഗതിയിൽ മരണത്തോടെ നമ്മുടെ ജീവിതം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, രണ്ട് വിധത്തിലാണ് അവസാനിക്കുന്നത്. ഒന്ന്, ജൈവ പദാർത്ഥം എന്ന അർത്ഥത്തിൽ നമ്മുടെ ശരീരം അവസാനിക്കും. പിന്നെ സ്മരണകളിലും സ്വപ്നങ്ങളിലും ഒക്കെയായി അത് ജീവിതം തുടരും. എന്നാൽ സീതാറാം യെച്ചൂരി നമുക്കെല്ലാം അറിയാവുന്നതുപോലെ സാമൂഹ്യ ജീവിതത്തിൻ്റെ മറ്റൊരു പാഠം, അത് യെച്ചൂരിയോടുകൂടി ആരംഭിച്ചതല്ല, അത് നമുക്കറിയാവുന്നതാണ്. പക്ഷെ അദ്ദേഹം തൻ്റെ ശരീരം, മരണാനന്തരവും ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്ന ഒരു കാഴ്ചപ്പാട്, അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ മൃതദേഹം എയിംസ് ഹോസ്പിറ്റലിലെ അനാട്ടമി വിഭാഗത്തിന് കൈമാറിക്കഴിഞ്ഞ ഒരു സന്ദർഭത്തിലാണ് നമ്മളിവിടെ ഒത്തുചേരുന്നത്. അതിന് വലിയ മൂല്യമുണ്ട്. അതുപോലെ തന്നെ സീതാറാം യെച്ചൂരിയെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ പലരും പങ്കുവഹിച്ചിട്ടുണ്ട്. അതിൽ പ്രധാന പങ്കുവഹിച്ച സഖാവ് സുന്ദരയാണ്. സുന്ദരയെക്കുറിച്ചുള്ള ഒരു അനുസ്മരണത്തിൽ സീതാറാം യെച്ചൂരി എഴുതിയത്, പലരും എഴുതിയിട്ടുണ്ട്. അതിൽ വളരെ അപ്രധാനമെന്ന് തോന്നാവുന്ന ഒരു കാര്യം, സുന്ദർ റാം റെഡ്ഡി എന്ന് പറയുന്ന മനുഷ്യൻ, കമ്മ്യൂണിസ്റ്റ്, എങ്ങനെയാണ് സഖാവ് സുന്ദരയ്യയായി തീർന്നത് എന്ന് പറയുന്നുണ്ട്. അതായത് അദ്ദേഹം തൻ്റെ ജാതിവാൽ മുറിച്ചതിനെ കുറിച്ചാണ് സഖാവ് സീതാറാം യെച്ചൂരി അനുസ്മരിക്കുന്നത്. ജാതിയെക്കുറിച്ചുള്ള വളരെ സൂക്ഷ്മമായ പഠനങ്ങൾ ഇന്ത്യയിൽ നടത്തിയ മാർക്സിസ്റ്റ് ദാർശനികരിൽ ഒരാളാണ് സഖാവ് സീതാറാം യെച്ചൂരി. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ, അറിഞ്ഞിട്ടും നമ്മൾ വേണ്ടത്ര അറിയാത്തവരായി ഇരിക്കുകയാണോ, അറിയാത്തവരായിരിക്കുന്നതിൽ അഭിമാനിക്കുകയാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ത്യൻ ജനാധിപത്യം അതിൻ്റെ തുടക്കം മുതൽ സത്യത്തിൽ അംബേദ്കർക്ക് സൂചിപ്പിച്ച പോലെ ജാത്യാധിപത്യത്തിൻ്റെ മുകളിൽ കെട്ടിയേൽപ്പിക്കപ്പെട്ട ഒരു മേൽപ്പാലി മാത്രമാണ്, മണ്ണിൻ്റെ മേലടര് മാത്രമാണ് ഇന്ത്യയുടെ
ജനാധിപത്യം. ജാത്യാധിപത്യത്തിൻ്റെ മുകളിൽ വെച്ച കേക്കിന് മുകളിൽ ഒരു പൂവെന്ന പോലെ ഒരു ഡെക്കറേഷനായിട്ട് രൂപപ്പെട്ടു വന്ന ഒന്നാണ്. പിന്നീട് വന്ന മഹാസമരങ്ങളിലൂടെ അതിൽ ചെറിയ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും അത്ര വലിയ മാറ്റം വന്നിട്ടില്ല. ഗവൺമെൻറ്റുകൾ മാറി വന്നിട്ടുണ്ട്. ആ മാറ്റത്തിന് ചില ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഇന്ത്യൻ ജനത അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ സ്റ്റേറ്റ് മാറിയിട്ടില്ല എന്ന് മാത്രമല്ല, ആ ജാത്യാധിപത്യ ഇന്ത്യൻ സ്റ്റേറ്റും നമ്മുടെ നവഫാസിസ്റ്റ് ഗവൺമെൻറ്റും സംയോജിച്ച് ഒരു പുതിയ അന്തരീക്ഷം രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. അത് പോലീസിൽ, കോടതിയിൽ, തടവറയിൽ, എല്ലാ സ്ഥലങ്ങളിലും പ്രകടമാണ്. ഞാനൊരു ഉദാഹരണം, ഇത് നേരത്തെ ആവർത്തിക്കാറുള്ള ഉദാഹരണം തന്നെയാണ്. ഗോഡ്സേക്ക് അതിൻ്റെ വിവരണമൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ഗോഡ്സെ ഗാന്ധി വധത്തെ ന്യായീകരിച്ച് 5.5 മണിക്കൂർ കോടതിയെ അമ്പരപ്പിച്ച് ക്ഷീണിച്ച് തടവറയിലേക്ക് എത്തിയപ്പോൾ അവിടുത്തെ ജയിൽ സൂപ്രണ്ടാണ് അദ്ദേഹത്തിന് ഏറ്റവും മികച്ച ഇംഗ്ലീഷ് കോഫി ഉണ്ടാക്കി കൊടുക്കുന്നത്. അതേസമയം 80 വയസ്സ് കഴിഞ്ഞ സ്റ്റാൻ സ്വാമിക്ക് വെള്ളം കുടിക്കാൻ ഒരു സ്ട്രോ കൊടുക്കാൻ സുപ്രീം കോടതി വരെ കൊണ്ടുവേണ്ടി വന്നു. ആദ്യം പറഞ്ഞ ആൾ രാഷ്ട്രപിതാവിനെ കൊന്ന ലോകത്ത് സമാനതകളില്ലാത്ത ഭീകരതകളുടെ ഒരു സാന്നിധ്യമാണ് നാത്തുറാം ഗോഡ്സെ. പക്ഷെ അയാൾക്ക് ഇഷ്ടമുള്ള കാപ്പി. അതേസമയം സ്റ്റാൻ സ്വാമിക്ക് കൈങ്ങനെ വിറക്കുകയായിരുന്നു. പ്രായം കൊണ്ടും പാർക്കിൻസൺ രോഗം കൊണ്ടും കൈവിറയ്ക്കുന്ന ഒരു മനുഷ്യൻ, മനുഷ്യാവകാശത്തിന് വേണ്ടി പൊരുതിയൊരു മനുഷ്യൻ